വണ്ടിയുടെ പാർട്സ് വാങ്ങാനായിട്ട് 1000 രൂപ വാങ്ങിച്ചിട്ട് മുങ്ങുന്നോടാ. എനിക്ക് ഇത്തിരി മര്യാദ കുറവാടാ. അതിലൊക്കെ എന്റെ പുറകെ കിടന്ന് ഓർന്നത്. സരസപ്പ എന്നെ എങ്ങനെ ഓടിക്കരുത്, എന്റെ മൂത്രത്തിലെ കല്ലളകം. ഇതിനൊരു എളുപ്പ വഴിയുണ്ടല്ല. ഇത് തന്നെ അമ്മ കേട്ടോണ്. സമേ ശരണയ്യപ്പ. ഇത് എങ്ങോട്ട് കേറിപ്പോടാ. അയ്യോ പിന്നെ നിൽക്കാനേ ദൈവമേ കാട്ടിലെത്തിയാ. അയ്യോ കൊല്ലി ഞാൻ അവിടെ പിടി പ്രകാശ. നീ എവിടെയാടാ? ഞാൻ ആനയെ കണിയാൻ വേണ്ടി ഓടിയതാ. അയ്യോ ആന പൈസ മേടിച്ച് പറ്റിച്ചു കിടക്കണ പന്നി. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ സത്യം പറയാം. കാശ് അണ്ടർവെയറിന്റെ പോക്കറ്റില്ല. അവിടെ ഇവിടെ പിടിക്കല്ലേ, ഞാൻ അണ്ടർവെയർ ഇട്ടിട്ടില്ല. പിന്നെ അത് എവിടെയാടാ? അണ്ടർവെയർ അങ്ങ് സരള ചേച്ചിയുടെ വീട്ടില്ല. എന്തിനാടാ അത് സരള ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് വെച്ചത്? ഞാൻ അവിടെ കൊണ്ട് വെച്ചതല്ല. മിനിഞ്ഞാന്ന് രാത്രി ഞാനൊരു സ്വകാര്യം പറയാൻ വേണ്ടി പോയതാ. സ്വകാര്യം പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഓർത്തത് അണ്ടർവെയർ അവിടെ ആയി പോയെന്ന്. സരളയുടെ വീട്ടിൽ നടക്കും. ഞാൻ അച്ഛനോട് ഒന്ന് പറയും സരളയുടെ അടുത്താന്ന്. അയ്യേ ഇന്ന് മുതൽ ഈ അണ്ടർവെയർ ഊരിയിട്ടിട്ടുള്ള സ്വകാര്യം പറച്ചിൽ നിർത്തിക്കോളണം. അയ്യോ സരള ചേച്ചി ചീന്തിക്കൊണ്ടിരിക്കുക. നല്ല സമയം. അച്ഛൻ നിർത്തുണ്ടോ? നീ വന്നില്ലേ? ഓ നിധി എടുക്കാനൊന്നുമല്ലല്ലോ, അണ്ടർവെയർ എടുക്കാനല്ലേ. ഓ എടുത്തുണ്ട് വാടാ. ഭാഗ്യ സരള മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ചെല്ലാം. ഓവർടേക്ക് ചെയ്യരുത്, പതുക്കെ. നീ ആദ്യം ചെല്ല, എനിക്കിത് പരിചയമില്ല. എന്താണ് ഇവിടെ? അണ്ടർവെയർ പിരിവ്. അണ്ടർവെയറിന്റെ പിരിവോ? അല്ല ഈ ക്ലബിന്റെ പിരിവിന് വേണ്ടി വന്നതാ. പിന്നെന്തിനാ തിരിച്ചു പോയത്? അല്ല ഇവിടെ ആരും കണ്ടില്ല, അതുകൊണ്ടാ തിരിച്ചു പോയത്. അപ്പൊ ഞങ്ങളൊന്നും ആൾക്കാരല്ലേ? അതല്ലേ തിരിച്ചു വന്നത്. അതിരിക്കട്ടെ, പിരിവായിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ചേട്ടന് ഇഷ്ടം തന്നാ മതി. ചേട്ടന്റെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യോ? ചേട്ടാ ഈ വണ്ടി തുടയ്ക്കുന്നതല്ലാതെ ഓടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഓ ഒരു ദിവസം ഞാനും ഇതൊന്ന് ഓടിക്കൂടാ. വെറുതെ കള്ളം പറയല്ലേ പോയിട്ട്. ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? തീരെ കുറവാ. ആണോ? ഓടി 36. അത് ശരി. നീ എന്താ കഥകളി കാണിക്കുന്നത്? അല്ല എന്റെ അണ്ടർവെയർ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അണ്ടർവെയർ എങ്ങനെ ഇവിടെ വരുന്നേ? അത് കൊളക്കടവിൽ ഉണക്കാനിട്ടപ്പോ സരള ചേച്ചി അറിയാതെ എടുത്തോണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല, അതെന്റെ ആശാന്റെ. എന്റെ അണ്ടർവെയർ തന്നെ വിടില്ല. പിന്നെയാണോ നിന്റെ അണ്ടർവെയർ? മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ മലം മഞ്ചലിൽ കൊണ്ടുവരൂ എന്നല്ല, മലർ മഞ്ചൽ കൊണ്ടുവരൂ. മല ആര് മഞ്ചലിലെന്നും കൊണ്ടുവരും. സോറി മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. താങ്ക് യു. നന്നായിട്ടുണ്ട്. ഇനി പാട്ടറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് പാടിപ്പിച്ച. അത്രയ്ക്ക് മോശമായിരുന്നോ? ഇത് രണ്ടും നീ കൈകാര്യം ചെയ്യുന്നോണ്ടാ. ഹാർമോണിയം ആരെങ്കിലും വായിച്ചോ? പാട്ട് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കാം. അത് മാത്രമല്ല, ശ്രുതി പലയിടത്തും പോയിട്ടുണ്ട്. അയ്യോ ഇത് നിങ്ങൾ പറഞ്ഞ സത്യം പോയിട്ടുണ്ട്. നമ്മുടെ കുമാരണ്ണനോടൊപ്പം ഊട്ടി പോയിട്ടുണ്ട്, കൊടൈക്കനാൽ പോയിട്ടുണ്ട്, ഇപ്പൊ കന്യാകുമാരി പോയി. അവിടെ റെയ്ഡില്ലാന്ന്. അത് ഏത് ശ്രുതി? നിങ്ങളുടെ കുഞ്ഞമ്മേരെ മോള് ശ്രുതി. ആ ശ്രുതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. തബലയുടെ ശ്രുതി പലയിടത്തും പോയിട്ടുണ്ടെന്ന്. തബലയുടെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. റമ്മായ നമഹ. ഇപ്പൊ എങ്ങനെ നോക്കിക്കോ. നിനക്ക് തില്ലാനെ അടിക്കാൻ അറിയാമോ? എന്ത് വേണമെങ്കിലും അടിക്കാം, പക്ഷെ സോഡ വേണം. എന്നാ ഞാനങ്ങട്. രാജ രാവിലെ നേരത്തെ വരണം, ചിറക്കെടുക്കാൻ പോകണല്ലോ. അല്ല നാളെ ഞാൻ ഉണ്ടാവില്ല. അതെന്താ? എനിക്കൊരു മരണം ഉണ്ടാവും. നീ മരിക്കാൻ പോവാ? അല്ല എന്റെ അമ്മാവന്റെ. ഓ കഴിഞ്ഞ ആഴ്ച ഇതേ അമ്മാവന്റെ പേര് പറഞ്ഞില്ലേ നീ അവധി വാങ്ങിച്ചെന്റെ? അന്ന് മനുഷ്യരെ പറ്റിച്ചു. പറ്റിച്ചെന്നോ? അല്ല മരിച്ചില്ല. നാളെ എന്തായാലും ഉറപ്പാന്ന് SMS ഉണ്ടായിരുന്നേ. പോവാ. പെരും കള്ളനാ നീ. പൂര സീസൺ ആയില്ലേ, എവിടെങ്കിലും മേളം കാണും. അമ്മാവന്റെ കൂടെ കൊമ്പൂതാൻ പോവാനാ. പോയി ഊതട്ടെ. ഓടാ ഓടാ. ഈ ബലൂൺ പോലെ ഊതി വീർപ്പിച്ച പലതും സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന ഒന്ന് വന്നപ്പോൾ സോപ്പ് കുമ്പള പോലെ പൊട്ടിപ്പോയില്ലേ? കേട്ടില്ലേ? അവനാ എന്റെ പുന്നാര മോൻ. വാസുവേട്ടൻ എന്താ പറഞ്ഞത്? അവന് വിഷമമുണ്ട്, കുറ്റബോധമുണ്ട്. വിഷമത്തിന്റെ പാട്ടായി കേൾക്കുന്നേ. ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേരെ ഡീല് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല. ഞാനും ഈ പ്രായം കഴിഞ്ഞ വന്ന വാസുവേട്ടൻ. അയ്യോ അന്നത്തെ ചെറുപ്പമല്ല ഇന്നത്തെ ചെറുപ്പം. നിങ്ങളൊന്ന് ഇവിടെ നിൽക്കേ, ഞാനൊന്ന് നോക്കട്ടെ. റാണിയെ വാഴിക്കണമെങ്കില് രാജാവ് എന്തെങ്കിലും പണിക്ക് പോണോടാ.
ഒരു കണക്കിനാ എവിടെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയത്. എന്നിട്ട് ഇപ്പൊ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കുക. അല്ല ഞങ്ങളിങ്ങനെ ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ നോക്കാം, അല്ലാതൊന്നുമല്ല. ഒടിയനോട് വേണ്ട മായങ്ങളി. ദേ യമണ്ടനാ താഴത്ത് നിപ്പുണ്ട്. എന്റെ ഈശ്വര, ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയതാ. ഞാൻ അത് അടുത്ത് നിർത്തിയത്. കയറിയിരുന്നെങ്കിൽ മധുരിച്ച ഓർമ്മകളൊക്കെ കഴിച്ചിട്ടിറക്കാൻ പറ്റാതായനെ. വണ്ടി എപ്പോ നന്നാക്കി കൊടുക്കും? ക്ലബിന്റെ പിരിവ് നാളെ മുതൽ തുടങ്ങിയല്ലേ, അത് തുടങ്ങിയതിന് ശേഷം ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓഹോ, അത് ശരി. അപ്പൊ ആദ്യത്തെ സംഭാവന പൊന്നുവീട്ടിൽ മഹാദേവന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് പ്ലാനല്ലേ? അതാണല്ലോ പതിവ്. പതിവ് മാത്രമല്ലല്ലോ, ഒരു രാശി കൂടിയാണല്ലോ. അപ്പൊ നാളെ അവിടെ കാണാം. എടാ ചെല്ലപ്പാ, ഒളിച്ചത് മതിയടാ. ബലിയിടാനാണെന്നും പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണല്ലേ. വെടിവെപ്പായതുകൊണ്ട് ബലിയിട്ടില്ല. നടക്കട്ടെ നടക്കട്ടെ. മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ആ യമണ്ടന്റെ മനസ്സ് കുളിർപ്പിക്കുന്ന ചങ്കിത്തട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടറാ. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും. പേടിക്കണ്ട, ഞാൻ പാടിക്കോളാം. രാജപ്പ താനെന്താ ഇതിങ്ങനെ രാത്രി തള്ളിക്കൊണ്ട് നടക്കുന്നത്? ഓടിക്കാനുള്ള ബാലൻസ് കിട്ടണമെങ്കിൽ ആദ്യം തള്ളി പഠിക്കണമെന്നാ സർല പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ ഇത് പകലായി കൂടെ? പകൽ എന്നെ കണ്ട ഇവിടുത്തെ അലവലാദികൾക്കൊക്കെ ഒരു പരിഹാസമാ. അതെ എടോ കുറുപ്പേ, അവര് ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ എടുക്കുക. നാളെ തന്നെ വണ്ടി കണ്ടീഷനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഓ, എന്തു ചങ്കിക്കൊള്ളണ പാട്ടാ ഇത്. ചങ്കിൽ കൊള്ളാനുള്ള പാട്ടല്ല വസുവേട്ട, ചങ്കിൽ കുത്താനുള്ളതാ. തനിക്ക് എന്ത് കേട്ടാലും തല തിരിഞ്ഞല്ലേ തോന്നും. ചുമ്മാ അതല്ല അവനെന്ന് തല തിരിഞ്ഞേ കിടക്കുള്ളൂ എന്ന് പറയണത്. തന്റെ അതല്ലേ വിത്ത്. ഇങ്ങോട്ട് വന്നേ, വാ വാ. ഹലോ, തരികിട സംഘങ്ങൾ മുഴുവനുണ്ടല്ലോ. കയറി വന്നാ ഞാൻ ഒറ്റയ്ക്ക് വരാനായിരുന്നത്. പാച്ചു എന്താ ഇലക്ഷന് നിൽക്കാൻ പോവാണോ? അങ്ങനെ ചോദിച്ചേ? അല്ല, നെയ്റോസ്റ്റ് പോലെ തേച്ചു മെനിക്ക് വെള്ള ഷർട്ടും മുണ്ടൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് ഞങ്ങളുടെ ഈ യുവജന കലാസമിതി സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവജന സംഘടനയാണല്ലോ. അതിന്റെ പ്രതീകമായിട്ടാണ് ഈ തുവള്ള വസ്ത്രം. പിന്നെ പിരിവിനും കൂടി വേണ്ടിട്ട് ഇറങ്ങിയതാ. ഓഹോ, രസീത് ബുക്ക് നോട്ടീസ് ഒക്കെ ഞാൻ ഡാഡിയുടെ കൈ കൊണ്ട് കൊടുക്കാം. അല്ല, അതൊക്കെ അടുപ്പിക്കാനുള്ള കൈനീട്ട എല്ലാ വർഷവും മഹാദേവൻ മുതലാളിയാണ് തരുന്നത്. അതെന്താ മഹാദേവൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണോന്ന് ഇത്ര വലിയ വാശി? വാശിയല്ല, രാശിയാ. മുതലാളിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ചെല്ലുന്നിടത്ത് ആരും ഇല്ലാന്ന് പറയില്ല. യമണ്ടം പിരിവ് കിട്ടും. യമണ്ടം പിരിവ് കിട്ടാൻ യമണ്ടനോട് തന്നെ കൈനീട്ടം വാങ്ങിക്കൂടെ? അതിന് അവന്റെ അച്ഛൻ വീട്ടിലില്ലല്ലോ. അവിടെ ചെന്ന കൈനീട്ടം കിട്ടുന്നത് കാശായിരിക്കില്ലല്ലേ? തരടാ എന്റെ പറച്ചിനിക്കടവ് മുത്തപ്പ. എന്താ കുറൂരമ്മ തള്ളച്ചി. എന്താ സരസപ്പ നീ നിന്ന് പരുങ്ങുന്നത്? പരുങ്ങിയതല്ല അമ്മച്ചി, ബഹുമാനം കൊണ്ട് വണങ്ങിയതാ. കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പിരിവിന് ഞാൻ ഇങ്ങോട്ടില്ലെന്ന്. എപ്പ പറഞ്ഞു? അതെ, പഴയ പോലെ പാണ്ടികളെ കിട്ടണില്ല അമ്മച്ചി. അതല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. അതിന് ഇവർക്ക് ഇവിടെ നേരം ഇങ്ങനെ നടക്കണല്ലോ. അതെ, ഓരോ തരികിടിയും പറഞ്ഞ് നടന്നിങ്ങനെ പിരിച്ച് പുട്ടടിച്ചാ പോരെ? അതിനൊരു ക്ലബും ക്ലബിന് പറ്റിയൊരു സെക്രട്ടറി. പൊന്നൂസേ, എല്ലാരും ഉണ്ടല്ലോ. എന്താ പ്രകാശനുമായിട്ടൊരു ഉടക്ക്? എങ്ങനെ ഉടക്കാതിരിക്കും ഡാഡി? എവിടെ ചെന്നാലും എന്നെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞ് വലിയ ഹീറോ കളിയാ. അവൻ പറയണത് സത്യല്ലേ? അതിനി പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞോടാ. ഡാഡി, അവള് വലിയ കുട്ടിയായില്ലേടാ, ഇനി അതൊക്കെ പറഞ്ഞോണ്ടിരുന്ന നാണക്കേടല്ലേ? അത് ശരിയാ. ഈ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞാൽ ചുട്ടി അടിയാൻ വെച്ചിരും. മോളകത്തേക്ക് പൊക്കോ. ഇതൊക്കെ വാസുവായിട്ടേറ്റു. മോള് ചെല്ലേ. അല്ല, എല്ലാരും കൂടി എന്നെ കൊല്ലാൻ വന്നാണോ? അയ്യോ, ഞങ്ങളിങ്ങനെ പിരിവിന്റെ പരിപാടിയായിട്ട്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. ആട്ടെ, എന്താ ഈ തവണത്തെ വാർഷികത്തിന്റെ പരിപാടികൾ? പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്. അതെന്താ പുതിയൊരു പരിപാടി? ഒരു ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചാലോ എന്ന് ആലോചിക്കാം. ഓ, നേത്ര ചികിത്സാ ക്യാമ്പായിരിക്കും. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ, എല്ലാരും നടത്തുന്നതല്ലേ. ഇത് ഇന്ന് വരെ ആരും നടത്താത്തൊരു ഐറ്റമാ മൂലക്കുരു ചികിത്സാ ക്യാമ്പ്. മൂലക്കുരു? ഓ, പൈൽസ്. നിങ്ങൾക്ക് പറ്റിയ പണിയാ. ആദിവാസി വൈദ്യർ ഒറ്റമൂലിയാ. ആദിവാസിയോ? ഷാജിയുടെ ബന്ധുവാ. ബന്ധുവൊന്നുമല്ല, കസിനാ. എന്റെ ബന്ധു കസിനൊന്നും അല്ല, എന്റെ കുഞ്ഞമ്മയുടെ മോനാ. പേര് വാവു. അട്ടപ്പാടി അഴകേശം വൈദ്യരെന്ന് വിളിക്കും. മുതലാളിയുടെ കൈനീട്ടം കിട്ടിയിട്ട് വേണം ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ. വാസുവിന്റെ കയ്യില് ഒറ്റ രൂപയുടെ കോയിനുണ്ട്. ഈശ്വര, 1 രൂപയാണ് തരാൻ പോണത്. ദാ 1001 രൂപയുണ്ട്. എല്ലാം മംഗളമായിട്ട് നടക്കും. ചെലപ്പാ, വണ്ടി എടുക്കും. ഞാൻ വെച്ചോളാം. എന്തോ എന്തോ
ഈ വൈദ്യര് ഒറിജിനൽ ആദിവാസി തന്നെയാണോ? പിന്നെ ഒറിജിനൽ 916. എന്നാ എനിക്കൊന്ന് കാണണം, പക്ഷെ ആരും അറിയരുത്. ഒരുപാട് പരീക്ഷിച്ച് നോക്കിയതാ ഞാൻ. അങ്ങനെ ഒരു രോഗിയെ കൂടി കൈനീട്ടം കിട്ടി. പാച്ചു ഇത് കയ്യിൽ വെച്ചോ. അവളുടെ വക സംഭാവന ഇരിക്കും. അതാ നിന്റെ കയ്യിൽ തന്നെ കൊണ്ടു തന്നത്. എന്ത് തന്നെയായാലും നിന്നോട് അവൾക്ക് സ്നേഹമുണ്ട്. എന്താണെന്ന് തുറന്നു നോക്ക്. ഇത് നിന്റെ പേഴ്സിലുണ്ടായിരുന്ന പടമല്ലേ? നീ ചെറുപ്പത്തിൽ ഇവളെ എവിടുന്ന് രക്ഷപ്പെടുത്തി പറഞ്ഞത്? കിണറ്റീന്ന്. അത് വേണ്ടായിരുന്നു. നാളെ ഇല്ലല്ലോടാ വർഷങ്ങളായിട്ട് ഒന്നേ പ്രേമമായിട്ട് നടക്കാൻ. പാവം. ഇതിന് പകരമായിട്ട് ഇവൾക്ക് നമുക്കൊരു ഒറ്റമൂലി കഷായം കൊടുത്തേ പറ്റൂ. കണ്ണാടി ഗ്രാമനിവാസികളെ, ആരോടും പറയാനാവാതെ ഉള്ളി ഒതുക്കിക്കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ വേദന തിരിച്ചറിഞ്ഞ് കണ്ണാടി യുവജന കലാവേദി ഏർപ്പെടുത്തിയിട്ടുള്ള വൻപിച്ച മൂലക്കുരു ചികിത്സാ ക്യാമ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ യുവജന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒറ്റമൂലി പ്രയോഗത്താൽ അനേകം ആളുകളുടെ അസുഖം മാറ്റിയ സാക്ഷാൽ അട്ടപ്പാടി അഴകേശൻ വൈദ്യർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കൂ. കടന്നു വരൂ. എല്ലാം ഓക്കെ. കഴിഞ്ഞ വർഷം ക്ലബ്ബ് നാടകവും ഗാനമേളയും നടത്തിയിട്ട് ഇതിന്റെ പകുതി ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ മൂലക്കുരു ചികിത്സാ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്ത് ഒന്നടങ്കം ഇരച്ചു വന്നിരിക്കല്ലേ. എനിക്കൊരു സംശയമുണ്ട്. ഈ മൂലക്കുരുവല്ല എണ്ണക്കുരുവായിട്ട് എങ്ങനെ പ്രഖ്യാപിച്ചാലോ? കഷ്ടോടാതെ ഇത്രയും കസേരയും വാടകയ്ക്ക് എടുത്തിട്ട് ഒരാൾ പോലും ഇരിക്കുന്നുമില്ല. കാശും പോയി. മുഖക്കുരു ചികിത്സിക്കാനല്ലല്ലോ അവര് വന്നത്, മൂലക്കുരു ചികിത്സിക്കാനല്ലേ. പിന്നെ എടാ ഈ വൈദ്യുതി കൃത്യസമയത്തിന് എത്തുമല്ലോ. വൈദ്യരിങ് എത്താറായി. എന്റെ ബന്ധുവല്ലേ, പറഞ്ഞതാ. പക്ഷെ നീ പോയാ പ്രസിഡന്റിനെ ഒന്നിങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാൻ ഓട്ടോ ഒന്ന് എടുക്കണേ. ഇത്തിരി പെട്രോൾ അടിച്ചോ. അനൗൺസ് ചെയ്തോ. പെട്രോൾ അടിക്കാനുള്ള കാശൊന്നുമില്ല ചേട്ടാ. പഞ്ചായത്ത് പ്രസിഡന്റ് ബാനർ റെഡിയല്ലേ? എപ്പോഴേ റെഡി. എന്നാൽ ഇനി സമയം കളയണ്ട. നാട്ടുകാരുടെ മുമ്പ് പൊന്നുമോളന്ന് ഷൈൻ ചെയ്യട്ട്. കേറ്റി കെട്ടട ബാനർ കട്ടബൊമ്മ. അതെ, കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലാട്ടാ. ഇവർക്കൊക്കെ കാശ് കൊടുക്കണം, ഞാൻ മാത്രം ഫ്രീ ഉള്ളൂ. ഇക്കൊല്ലം പറ്റിക്കില്ല. ബാങ്ക് കുത്തിയില്ലേ? എവിടെ കുത്താൻ? അത് ശരിയാ. കിട്ടിയതാരാട്ടാ? അതെ, എനിക്ക് നിൽക്കാൻ വയ്യ. ഒരു പൈന്റ് വാങ്ങിട്ട് തട്ടി. ഇത് ദീപരേലിന്റെ ക്യൂ അല്ല, മൂലക്കുരുവിന്റെ ക്യൂവാ. മൂടിപ്പൊളത്ത് നിന്നാ ഞാൻ അറിയില്ല എന്ന് കരുതിയല്ലേ? അപ്പൊ ആശാനം ഉണ്ടല്ലോ ഇതിന്റെ അസുഖം. വെറുതെ അല്ല കടയിൽ വെച്ച് എന്നോട് ചൂടാവണത്. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. ഷേവ് ചെയ്തിട്ട് വന്നൂടായിരുന്നു. ഇതിന് ഷേവ് ചെയ്യണം. അയ്യേ, ഞാൻ മുഖം ഷേവ് ചെയ്യണ കാര്യമാണ് പറഞ്ഞത്. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട. ഞാൻ ചിലപ്പോ വഷളായി പോവും. ഇരുന്നോളൂ. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖമുള്ളത് കൊണ്ടാ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നോളൂ. ഗ്ലാമറിനൊന്നും ഒരു കുറവുമില്ല. എന്നാലും എല്ലാത്തിന്റെ ബാക്ക് പഞ്ചറാണല്ലേ. അത് ശരി. അപ്പൊ നിങ്ങൾക്കുണ്ടല്ലേ ഈ അസുഖം? ചുമ്മാതല്ല ബുള്ളറ്റ് എടുത്ത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. ഓടിച്ചോണ്ട് പോവാൻ വയ്യല്ലേ? കള്ള നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടേ വൈദ്യരെത്തി. കട്ടബൊമ്മ സരസഭ പെട്ടെന്ന് മാല എടുത്തോടാ. അയ്യോ, മാല ഞാൻ ആദ്യം ഇടും. എനിക്കതാ ഇഷ്ടം. അയ്യോ, ഒന്ന് തിരിഞ്ഞു. ബാക്കൊക്കെ മാക്സിമം തിരിഞ്ഞു വെക്കുന്നത്. നാട്ടുകാർ കമ്പിപ്പാരയ്ക്ക് കുത്തി മറിച്ചിട്ടേക്ക. അയ്യോ, അതെ, വർക്ക്ഷോപ്പിൽ വച്ചിരിക്കുന്ന അതേ സൈസിൽ പ്രിന്റ് ചെയ്യണം. അതിന്റെ സൈഡിലായിട്ട് പൊളിഞ്ഞ ഏതെങ്കിലും ബൈക്കിന്റെ ഫോട്ടോയും കൂടെ വെച്ചോ. അടി കിട്ടിയതാണെന്ന് ആരും അറിയണ്ട. ആക്സിഡന്റ് ആണെന്ന് കരുതിക്കോളും. എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. ഫോട്ടോഗ്രാഫറെ, വിരോധമില്ലെങ്കിൽ എന്റെ ചന്തി എടുത്ത് ഒന്ന് കട്ടിൽ എറിഞ്ഞേക്കോ. മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടോണ്ട. അയ്യോ, മതി. അയ്യോ, ഒരു ഫോട്ടോ വേണ്ട. എന്റെ ഫോട്ടോ എടുക്കണ്ട. പത്രത്തിലെങ്ങാനും വന്ന കടം വാങ്ങിയവരെല്ലാരും കൂടി വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. കോട്ട് സൂട്ട് ഇട്ട് നടക്കുന്ന പല മാന്യന്മാർക്കും മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ? വന്നിരുന്നെങ്കിൽ പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. അമ്മാതിരി അടിയല്ലേ അവന്മാരടിച്ചത്. അടി പിന്നെ സഹിക്കാം.
വന്ന രോഗികളെല്ലാം കൂടെ എന്നെ പിടിച്ച് നിർത്തിയിട്ട് ചികിത്സിക്കാൻ വന്ന വൈദ്യൻ എവിടെയാടാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും എന്റെ നേരെ എല്ലാ രോഗികളും കൂടെ ചന്തിയും പൊക്കി കാണിച്ചിട്ട് എന്നാ നീ ചികിത്സിക്കടാ നായിന്റെ മോനെ എന്നും പറഞ്ഞോണ്ടിരുന്ന ഇപ്പായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ഞാൻ കണ്ടില്ലേ സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി. എന്താവോ ഓ വന്നല്ല രാക്ഷസി. ഞാൻ വിചാരിച്ചത്രയും ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. വിചാരിച്ചത് എത്രയാണാവോ? സരസപ്പം പെറ്റ് കിടക്കുവാണോടാ? അതേടാ പെറ്റ് കിടക്കുവാ. കുട്ടി ആണാണാ പെണ്ണാണെന്ന് നോക്കണ. ഈ കിടപ്പ് കുറച്ചു നാളത്തേക്ക് കൂടി നീട്ടിക്കിട്ടാൻ ഞാൻ ഒന്നുകൂടി സ്പോൺസർ ചെയ്യണോ? എനിക്കിതൊന്നും പുത്തരിയല്ല, പക്ഷെ ഇവന്മാർക്ക് ഇത് ഇച്ചിരി കൂടിപ്പോയി. സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നോ? രക്ഷപ്പെട്ട് കളഞ്ഞല്ലേ? എന്തായാലും ഇത് കുറച്ച് കൂടി പോയി പൊന്നു. അവരൊരു തമാശ കാണിച്ചതല്ലേ, അതിന് ഇത്രയും വേണമായിരുന്നോ? ഓഹോ, തമാശയായിരുന്നല്ലേ? എന്നാ ഞാനും ഒരു തമാശ കാണിച്ചു എന്ന് കരുതിയാ മതി. ഇനി എന്നോട് ഇതുപോലെ തമാശ കാണിച്ചാ കളി പഠിപ്പിക്കേ പൊന്നു. സത്യം പറ, എന്റെ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്? എനിക്കറിയില്ല. കണ്ടുപിടിച്ചോളാം ഞാൻ. ചെലപ്പാ ഫോട്ടോയുടെ കാര്യത്തിൽ എന്നെ ഒറ്റ കൊടുക്കരുത്. ജോലി ഉണ്ടെങ്കിലേ വല്ലപ്പോഴും ലീവ് എടുക്കാൻ പറ്റുള്ളൂ, ഒന്നിച്ച് കൂടാൻ പറ്റുള്ളൂ. വരുന്നു. അതെ, ഈ ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഗുളിക വേണമെങ്കിൽ ഞാൻ കഴിക്കാം സിസ്റ്റർ. ആഹാരം എന്നെ കൊന്നാലും ഞാൻ കഴിക്കില്ല. അതെന്താ? ആഹാരം കഴിച്ചാൽ എനിക്ക് വയറ്റിൽ നോണമെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എല്ലാം അടച്ചു വച്ചേക്കല്ലേ ദ്രോഹികൾ. ഇത് ബാനറിന്റെ പ്രശ്നം കൊണ്ട് മാത്രമൊന്നുമല്ല. ഇവന് വലിയ മുതലാളിയായിട്ടുള്ള അടുപ്പോ അങ്കിള് വിളിയോ ഒന്നും അവന്മാർക്ക് അത്ര സുഖിച്ചിട്ടില്ല. സത്യത്തിൽ ഈ കാണുന്ന ജുവലറിയും സ്വത്തുക്കളും ഒക്കെ ഉണ്ടായപ്പോഴല്ലേ ഈ അനിയന്മാരൊക്കെ അടുത്ത് കൂടിയത്. വലിയ മുതലാളി സ്വർണ്ണപണ്ടം പണയത്തിനെടുക്കൂന്ന് പറഞ്ഞ് ഇത്തിരി പോകുന്നൊരു പെട്ടിക്കടയായിട്ട് ഇരുന്നപ്പോ കൂടെ ആ വാസുവേട്ടനും അമ്മയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ. പക്ഷെ ഞാൻ ആലോചിക്കുന്ന അതല്ല. ഇത്രയും കൊല്ലം മനസ്സിൽ കൊണ്ട് നടന്ന അവളെ ഇവൻ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എന്താടാ പറ്റുമോ? ഏയ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. മനസാക്ഷിയെ കട്ടപ്പുറത്ത് കയറ്റിട്ട് സംസാരിക്കില്ല പ്രകാശ. അവൾക്ക് ഇവന് ഇഷ്ടമായിരുന്നെന്ന് ഞാൻ പറയണം. അല്ലെങ്കിൽ ഇവന് പാന്റ് ഷർട്ടും സെൽഫോണൊക്കെ കൊടുത്തത് എന്തിനാ? പ്രായച്ചിത്തം, കുറ്റബോധം. പ്രകാശ, സെൽഫോൺ എടുത്ത് കുത്തി വിളിയടാ അവളെ. എന്നിട്ട് നിന്റെ ചങ്കിനകത്തുള്ളത് തുറന്ന് പറയവളോട്. ഏയ് വേണ്ടടാ, അവളൊക്കെ വലിയ വീട്ടിലെ പെണ്ണ. ഞാനോ ഈ നാട്ടിലെ വെറും പലചരക്കടക്കാരന്റെ മോനും. നമുക്കൊന്നും വിധിച്ചിട്ടില്ലടാ. എന്തായാലും നമുക്ക് നിശ്ചയത്തിന് പോണം. കുഴപ്പമില്ല. നീ എന്തോ ചെയ്യണത്? കുടലിന് ബ്ലോക്ക് ഉണ്ടോന്ന് നോക്കിയതാ. കുടിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാവരുതല്ലോ. ഇതിലുണ്ടോ എന്തോ? എടാ അതിന്റെ അകത്ത് വീണ് മുങ്ങി ചാവല്ലേ. അവിടെ വെയ്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ സെർവന്റ് ആണോ? എന്താ പേര്? പെട്രീഷ്യ. പെട്ടിയാട്ടോ റഷേ? പെട്ടി ഊട്രീഷ്യ എന്നല്ല, പെട്രീഷ്യ. ഇക്കണക്കിന് കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? പെറ്റിനിറ്റോ. ഇതുവരെ അവര് പെറ്റണിയിട്ടില്ലേ? കഷ്ടം. അനാശം പറയുന്നു. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡകാലം. നീ എവിടെ പോയതാ? ഞാൻ ബാത്റൂമില്. ഈ നേരത്താ? ബാത്റൂമിൽ പോവാ അങ്ങനെ സമയം കാലമൊന്നുമില്ല. മുട്ടിയാ എനിക്ക് ഉടനെ അതാ ഒരു കിടപ്പ്. ഇതിലൊന്നും നിറച്ചില്ലേ? നിറയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. നിനക്ക് അടി കിട്ടിയല്ലേ? നിനക്കാ? എനിക്ക് സെയിം വെയിറ്റ്. എനിക്കൊന്നും കിട്ടിയുള്ളൂ. എനിക്ക് സ്ഥിരം കിട്ടുന്നതാ. മനസ്സിലായി. എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോണം. ഫ്ലഷ് ചെയ്തൊക്കെ പിറ്റാക്കി നോക്കിയാ മതി. ഉണ്ടാക്കടാ. സത്യം പറഞ്ഞ ഈ പ്രകാശന്റെ മനക്കെട്ടി സമ്മതിക്കണം. ഒന്നും ഉണ്ടാകത്തതുപോലെ കൂളായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? ഞാനോ മറ്റോ ആയിരിക്കണമായിരുന്നു. ഈ ഫാനിൽ കെട്ടിത്തൂക്കി ചത്തേനെ. എവിടാ? ഈ ഫാനില്. ടേബിൾ ഫാനില്. ഒറ്റ ഇടി ഇടിച്ചോണ്ടല്ലേ നടക്കുന്ന കാര്യമല്ല. അവള് വരും. ഇതില് വാള് വെച്ചോ? വാള് വെക്കാനല്ലെന്ന്. ഞാൻ ഹരിമുരളീരത്തിന്റെ ഹമ്മിങ്. എടാ ഈ ഹമ്മിങ് ഉണ്ടല്ലോ ഹരിമുരളീരത്തിന്റെ, എന്റെ ഇളയച്ച ഒറ്റ ശ്വാസത്തിലാ പാടി തീർത്തത്. പിറ്റേ ഞായറാഴ്ച സഞ്ജയനും നടത്തി. പിന്നെ 16 ആയി.
നിന്റെ ഫോണിലാ പാട്ട് പാടുന്നു. എടുത്തിട്ട് പരിധിക്ക് പുറത്താന്ന് പറ. ഹലോ ആരാ? ഇവിടെ എടുത്തിട്ട് ആരാന്ന് ചോദിക്കാം. ഹലോ എടാ ഷാജി, പ്രകാശനടാ പ്രകാശൻ. ആ പ്രകാശനാണോ? ഷാജി അല്ലടാ സരസപ്പന. നീ ഷാജിക്കൊന്ന് കൊടുത്തേ. ഷാജിയെ, പ്രകാശനാണോ നിന്നെ വിളിക്കണത്? ആ വന്നിട്ട് ആ അടി വതറിയിരിക്കാണ്. നീ എന്താ ഇങ്ങനെ നടക്കണത്? ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് പ്രകാശ് അറിയണ്ട. നെഞ്ചിലെ നൊമ്പരവും കടിച്ചു പിടിച്ച് അവളുടെ കൂടെ കൂട്ടുകാർച്ചിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി പോയതാ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ തന്നെ. ഹലോ, ഞാനാ ഷാജി. എടാ, നിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൂടാത്തവളുടെ കൂടെ നീ എന്തിനാടാ പോയത്? ഞാൻ പൊന്നുന്റെ കൂടെ അവളുടെ കൂട്ടുകാരത്തിന്റെ വീട്ടിൽ വന്നതാ കല്യാണം ക്ഷണിക്കാൻ. നീ ഇപ്പൊ എവിടുന്ന വിളിക്കുന്നേ? ഞാൻ മലയാറ്റൂരിനടുത്തുള്ള ഒരു ഹോട്ടലിലാ. മലയാറ്റൂർ ഹോട്ടലിൽ ഇരുന്നു? ഹിൽ പാലസാ? ആ എടാ, വണ്ടി സ്റ്റാർട്ട് ആവാത്തത് പലതും കൊണ്ടും ആവാം. അത് ചെക്ക് ചെയ്തിട്ടേ പറയാൻ പറ്റൂ. ആ എന്നിട്ട് അവളവിടെ ഉണ്ടാ? ആ ശരി, നന്നാക്കിയിട്ട് വേഗം വാ. നാളെ കാണാം. ഗുഡ് നൈറ്റ്. നീ എന്തിനാടാ കിടന്ന് കരയുന്നേ? അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റിയിട്ടുണ്ടാ? പിന്നെ എന്തിനാണ് നമ്മളെ കൂട്ടുകാരെന്നും പറഞ്ഞ് നടക്കണത്? നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ? ആണുങ്ങളായ കൺട്രോൾ വേണം. നീ ധൈര്യമായിട്ടിരിക്കും. ഈ പാതാള ഷാജി അവനുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നീ പോയി 2 എണ്ണം കൂടെ അടിച്ചു. ഉറങ്ങല്ലേ? പോക്കോ. ഞാൻ 1.5 അടിക്കുള്ളൂ. ഹലോ, ആരാടാ അത്? ചെല്ലപ്പനാ, തുറക്ക്. അതിരാവിലെ നേരം വെളുത്ത ദേ വരണേ. നീ എന്താ വെളുപ്പാൻ കാലത്ത്? എടാ, പ്രകാശനെയും പൊന്നൂനെയും ഏതാ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. അറസ്റ്റ് ചെയ്താ? എന്തിന്? എന്തിനാ യാതിനൊന്നും അറിഞ്ഞൂടാ. വലിയ മുതലാളിയും കൊച്ചു മുതലാളിയും ആരും കൂടെ അങ്ങോട്ട് പോയിരിക്കുവാ. ഞാൻ ഇന്നലെ ഊട്ടിന്ന് വന്ന ക്ഷീണത്തിന് നേരത്തെ വീട്ടിൽ പോയി. എഴുന്നേറ്റപ്പം വൈകി. പൊന്നു വീട്ടിൽ ചെന്നപ്പോഴാ വിവരം അറിഞ്ഞത്. നിന്നോട് ആരാ പറഞ്ഞത്? പ്രസന്ന കൊച്ചമ്മ. ഇന്നലെ രാത്രിയിലാ സംഭവം. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അവര് തിരിച്ചു വരുമ്പോ അവിടെ കണ്ടില്ലെങ്കിൽ ചിലപ്പോ പണി പോവും. ഇന്നലെ രാത്രി എന്ന് പറയുമ്പോ ഷാജി, ഷാജി, എടാ ഷാജി. അയ്യോ, ആക്സിഡന്റ്. ഫോട്ടോഗ്രാഫർ വിളി. ആക്സിഡന്റ് ഒന്നുമല്ല, ഞാൻ ചവിട്ടിയതാ. നീ എന്തിനാ ചവിട്ടിയത്? പ്രകാശനെ ആ പെണ്ണിനെ കൂടി പോലീസ് പിടിച്ചെന്ന്. ഏത് പെണ്ണിനെ? ആ പൊന്നൂനെ. നേരാണോ? ആ ചെല്ലപ്പനെ വന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ ഇന്നലത്തെ ഫോൺ വിളി പാഴായില്ല. വിളി പാഴായില്ല? നീ ആരെ വിളിച്ചത്? CI തോമസ് സാറിനെ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, നീ എന്താ ഈ കാണിച്ചത്? നീ ഇന്നലെ രാത്രി ഇവിടെ 2 പെഗ്ഗും ചൂപ്പിട്ടിരുന്ന് വിളിച്ചു കൂവുന്നുണ്ടല്ലോ. അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിന് നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണോ? എടാ, അതിന് അവനെ മാത്രമല്ലല്ലോ, അവളെ ചേർത്തല്ലേ പിടിച്ചത്. അതുകൊണ്ട് എടാ, ഇമ്മോറൽ ട്രാഫിക്കിന് ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ച പെണ്ണിനെ അന്തസ്സുള്ള ഏതെങ്കിലും ആണുങ്ങൾ വന്ന് കെട്ടുവോ? അപ്പൊ അവളെ കെട്ടാൻ വേണ്ട പട്ടാമ്പിക്കാരൻ. ഭാഗ്യദോഷത്തിന് അവനെ മാത്രം ഞാൻ അറിയിച്ചില്ല. അവനെ കൂടെ അറിയിച്ച സംഗതി ക്ലീൻ. ഇതെങ്ങാനും മഹാദേവ മുതലാളി അറിഞ്ഞാലുണ്ടല്ലോ, എന്നെ നിന്നെയൊക്കെ വെട്ടി നുറുക്കും. ആ മകൾക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത് തന്നെ. തൽക്കാലം പ്രകാശം പോലും ഇതൊന്നും അറിയരുത്. അറിഞ്ഞാൽ ചിലപ്പോ വാദി പ്രതിയാകും.